ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കാരമൽ കേക്ക് ആണ്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് കേക്കിന്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. കാരമൽ കേക്ക് ആണെങ്കിലും അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇത് രണ്ടിന്റെയും കൂടെ ഒരു കോംബോ എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ നമ്മളിത് കവർ ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ചോക്ലേറ്റ് കാരമൽ ഗ്ലേസിലാണ്. നല്ല ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് കാണാനും അടിപൊളിയാണ്. ഈ ഒരു കേക്ക് നമ്മൾ ഓവൻ ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കാരമൽ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടാനാണ്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് ഡാർക്ക് കോമ്പൗണ്ടാണ്. ഒരു ചെറിയ കഷ്ണം, ഒരു 25 ഗ്രാം ഒക്കെ ഉണ്ടാകും. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തിളച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. തിളച്ച പാൽ ഒഴിച്ചിരിക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് മെൽട്ടായിട്ട് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ മൈക്രോവേവ് ചെയ്താലും മതി. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററുള്ളവർക്ക് ബീറ്റർ കൊണ്ട് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലും നല്ല അസലായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമ്മളെല്ലാ കേക്കുകളും മിക്സിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബീറ്റർ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കുകയേ വേണ്ട. അത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതോടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു വൈറ്റ് കളർ ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. സാധാരണ തൈരാണ്, പുളിയുള്ള തൈര് തന്നെയാണ്. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം എടുക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് ഒരു ലോ സ്പീഡിലിട്ട് ഒരു 15 സെക്കൻഡൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ അത് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദയുടെ ഒക്കെ മിക്സ് അല്ലേ, അത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ടുണ്ട് ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നമുക്ക് ബീറ്റർ ഇല്ലാതെ നമുക്ക് ജസ്റ്റ് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ടോ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് കോമ്പൗണ്ടും പാലും കൊണ്ടുള്ള മിക്സില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇളം ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടല്ല, നമുക്ക് കൈ തൊട്ടാൽ അത്യാവശ്യം ചൂടുള്ള ആ ഒരു പരുവത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിരുന്നാൽ മതി. അപ്പോൾ അത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് മതി. ഇത് നമ്മളത് ഈ ഒരു ബേക്കിംഗ് ട്രേയിലാണ് ബേക്ക് ചെയ്യുന്നത്. 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ്. ഒരു നല്ല ഹൈറ്റുള്ള കേക്കാണ് വേണ്ടതെങ്കിൽ 7 ഇഞ്ചിൻ്റെ കേക്ക് ട്രേയിൽ ചെയ്തെടുക്കാം. അത് ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ബട്ടർ പേപ്പറും കൂടെ വെച്ച് ബാക്കിയും കൂടെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഒരുപാട് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്യരുത്. അപ്പോൾ കേക്കിൻ്റെ സൈഡൊക്കെ ക്രിസ്പിനെസ് വന്നു പോകും. നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്ക്യൂർ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് മതി. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് 5 മിനിറ്റായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 to 30 മിനിറ്റ് തന്നെ. അപ്പം അരമണിക്കൂർ ആയിട്ടുണ്ട്. നല്ല കേക്കിൻ്റെ മണം വരുന്നുണ്ട്. അടിപൊളി, നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് കേക്ക്. എന്നാലും സ്ക്വയർ വെച്ച് ഒന്ന് കുത്തി നോക്കി ഒന്നും പറ്റിപ്പിടിച്ചില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് എടുക്കാം. ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കേക്ക് സോക്ക് ചെയ്യാനുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഓഫാക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ബദാം എടുത്തൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ബദാം ഇല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് ആയാലും മതി. ഒരു 15 എണ്ണമൊക്കെ മതിയാക്കും. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. കുറച്ച് സമയം ഇളക്കുമ്പോഴത്തേക്ക് നല്ല ഒരു ചൂടായിട്ട് നല്ലൊരു സ്മെല്ല് വരുമല്ലോ റോസ്റ്റ് ആയത്, അത് മതി. അത് നമുക്ക് എടുക്കാം. നമുക്ക് ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതൊന്ന് കാരമലൈസ് ചെയ്ത് വരട്ടെ. അനക്കാതെ വെച്ചിരുന്നാൽ മതി. അതങ്ങനെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു വരും. കരിയരുത്, ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറ്. ഒരുപാട് കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും. അത് ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബട്ടർ വേണമെങ്കിൽ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല, അത് മതി. ഇനി അതിലേക്ക് നമ്മളിത് റോസ്റ്റ് ചെയ്ത ബദാം ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി എടുത്തിരുന്നാൽ മതി. നമ്മളിത് ഒരു പ്ലേറ്റിൽ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടർ ഗ്രീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇളക്കി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ. അത് അവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ആ സമയത്ത് നമുക്ക് ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കാരമലൈസ് ചെയ്ത് വരട്ടെ. അപ്പോൾ ഇത് കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം.
അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് പാലാണ്. 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ കുറച്ച് കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാകും, കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയം ചൂടാകുമ്പോഴത്തേക്ക് അതങ്ങ് മെൽറ്റ് ആയിക്കോളും. അതിന് കൂടെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാൻ മറന്നുപോലെ. അപ്പോഴേ ആ ഒരു നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ കാരമൽ സോസ് വരുള്ളൂ. ഈ ഒരു കാരമൽ സോസ് നല്ല ടേസ്റ്റ് ആട്ടോ. കാരമൽ കേക്കൊക്കെ ഉണ്ടാക്കിയവർക്ക് അറിയായിരിക്കും. ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ കാരമൽ കേക്ക്. അതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കും ഇതുപോലെ സെയിൽ ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോഴും പലരും മെസ്സേജൊക്കെ അയക്കാറുണ്ട്. ഇനി ആ പഞ്ചസാര കട്ട പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയം ഇട്ട് തിളപ്പിച്ചാൽ മതി. കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചാൽ മതി. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ടെല്ലാം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോസിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്രളയം കുറച്ച് തിക്കായിട്ടുണ്ട്. നമുക്കിങ്ങനെ എടുക്കാം. അത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഇത് കഴിക്കാനായിട്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. തരിതരിപ്പായിട്ട് പൊടിച്ചതാണ്. ഒരുപാട് അങ്ങ് ഫൈൻ പൗഡർ ആയിട്ടില്ല. ചെറിയ ചെറിയ കടിക്കുന്ന പരുവത്തിന് ആണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബീറ്റർ കൊണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്ക് വെച്ച് നല്ല അസലായിട്ട് ചെയ്യാം. അതൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അല്ലെങ്കിൽ മിക്സിയിൽ നമുക്ക് നല്ല അസലായിട്ട് തന്നെ ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല തിക്കായിട്ട് വിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കാരമൽ സോസ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇതിൽ ഒഴിക്കാവുള്ളൂ. അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ 1/4 ഭാഗത്തോളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് പോർഷൻ അവിടെ വെക്കുന്നുണ്ട്. നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഒഴിക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ബീറ്റർ വെച്ചൊന്ന് അടിച്ച് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമാണിത്, നമ്മുടെ കാരമൽ കേക്കിൻ്റെ ക്രീം. ഇത് നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഒരു പ്ലേറ്റ് വെച്ച് കമത്തി അങ്ങ് തട്ടി കൊടുത്താൽ മതി. നമുക്ക് കേക്കൊന്ന് ലെയർ ചെയ്തെടുക്കാം. 3 ലെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 3 ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. എല്ലാം തണുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. റൂം ടെമ്പറേച്ചർ ആയിരുന്നാൽ മതി. അത് വെച്ച് നമുക്കൊന്ന് കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് റെസ്ലച്ചസ് കേക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മിക്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കാരമൽ കേക്കിൽ നമ്മളൊരു സ്പെഷ്യൽ സിറപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിറപ്പൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഇത് തന്നെ ആസ് സച്ച് നല്ല റിച്ച് കേക്കാണ്. അപ്പം അതും കൂടെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു മടുപ്പ് വരും കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഷുഗർ സിറപ്പിൽ ചെയ്യുന്നത്. മുഴുവൻ ഒഴിക്കുന്നില്ല. ഒരു 1/4 ഭാഗത്തോളം ഇപ്പം നമ്മൾക്കൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിത് കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ആക്കുന്നുണ്ട്. കേക്ക് ബോർഡിൻ്റെ മുകളിൽ നിന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. നമുക്ക് കേക്കിൻ്റെ ബോർഡ് ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ടെങ്കിൽ അടിയിൽ ഒരു ടിഷ്യൂ പേപ്പർ മടക്കി വന്നിട്ടിരുന്നാൽ പറ്റും. അപ്പോൾ ബോർഡ് അവിടെ ഉറച്ചിരുന്നോളും. അങ്ങനെ ഇവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ചൊന്ന് സോക്ക് ചെയ്തെടുക്കാം നമ്മുടെ ഷുഗർ സിറപ്പ്. നമ്മുടെ സ്പെഷ്യൽ ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ കാരമൽ സോസ് അതും കൂടെ ആക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പ്രളയം നട്ട്സ് പൊടിച്ചില്ലേ അത് ഇട്ട് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിടാം. പക്ഷെ ഒരുപാട് ഹെവി ആയി പോകും. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. ഇത് മാത്രമേ ഇടുന്നുള്ളൂ. അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. സിറപ്പ് ഒഴിക്കുന്നുണ്ട്. അതേ പ്രോസസ്സ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഏറ്റവും ടോപ്പിൽ ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും അങ്ങ് സ്പ്രെഡ് ചെയ്ത് സൈഡിലും ക്രീം ആക്കിയിട്ടുണ്ട്. നമുക്ക് സ്ക്രേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോഴും പലരും പറയാറുണ്ട് കേക്ക് കവർ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട്. നമ്മളെപ്പോഴും കേക്ക് ചെയ്ത് തന്നെ അത് നല്ല സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ കുറേ ദിവസം ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു കൈക്ക് ഒരു തഴക്കം ഇല്ലാതെ ഉണ്ടാവും. നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ ഇപ്പോൾ കുറച്ചായി കേക്ക് ഉണ്ടാക്കിയിട്ട് അപ്പോൾ എനിക്ക് തന്നെ ചെയ്യാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് കേക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങ് ശരിയായിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കേക്ക് ഉണ്ടാക്കി അതിൽ ക്രീം ചെയ്ത് തന്നെ പഠിക്കുക. എന്നിട്ട് പിന്നെ ആ ക്രീം എടുത്ത് മാറ്റുക. ഒന്നും കൂടെ എന്നിട്ട് ഷേപ്പാക്കിയൊക്കെ പഠിക്കുക. അപ്പോൾ ഒന്ന് നമ്മൾ ഷേപ്പാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. 2 മണിക്കൂർ, കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കണം. ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്ലേസ് ആണ് ഒഴിക്കുന്നത്. ചോക്ലേറ്റ് കാരമൽ ഗ്ലേസ് ആണ്. അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തത്. അതിലേക്ക് നമുക്ക് 100 ml ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീമിന് പകരം വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം ഒഴിക്കാം. വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഇത്രയും എടുക്കണ്ട. ഒരു 75 ml ഒക്കെ എടുത്തിരുന്നാൽ മതി. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഡബിൾ ബോയിൽ ചെയ്തൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതായത് നമ്മൾ വെള്ളത്തിന്റെ മുകളിൽ ഈ പാത്രം വെച്ച് ആവിയിൽ അതൊന്ന് ചൂടാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്ത് എടുത്തിരുന്നാലും മതി. മൈക്രോവേവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം കണ്ടിന്യൂസ് ആയിട്ട് വെക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ.
അത് എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അത് മതി. ഇനി നമ്മൾ ഒരു 1/4 കപ്പ് പാല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ആയി കൊടുക്കാം. തണുത്ത പാൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ പെട്ടെന്ന് മിക്സ് ആയി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഗ്ലേസ് ചെയ്യുന്നത് നമ്മൾ 2 മണിക്കൂറൊക്കെ ആവുന്ന സമയത്ത് ചെയ്തിരുന്നാൽ മതി. ആ ചൂടോടുകൂടി തന്നെ നമുക്ക് കേക്കിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. നമുക്കൊരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതൊന്ന് കാരമലൈസ് ചെയ്ത് വരട്ടെ. ഇപ്പോൾ പല പ്രാവശ്യമായിട്ട് പഞ്ചസാര കുറേ എടുത്തല്ലോ എന്ന് വിചാരിക്കേണ്ട. അത് മധുരമൊന്നും അധികമാവില്ല, കറക്റ്റ് മധുരം തന്നെയായിരിക്കും. അതിനനുസരിച്ച് ബാക്കി എല്ലാ മധുരവും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണുള്ളത്. അത് നന്നായിട്ട് കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക് കളറായി പോകരുത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ആയാലും മതി. 1/4 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാലൂടെ ചേർത്ത് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കും. ചൂടായി വരുമ്പോഴത്തേക്ക് ഇതങ്ങ് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ അതാണ്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതങ്ങ് മെൽറ്റ് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോറും പാലും കൂടി ഇല്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അതോടെ ചേർത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. അനക്കാതെ വെക്കരുത്. കോൺഫ്ലോർ ചേർത്തതിന് ശേഷം അത് തിക്കായിട്ട് വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഓഫായി കൊടുക്കാം. കാരണം തണുത്ത് കഴിയുമ്പോൾ പിന്നെയും കുറച്ചും കൂടെ തിക്കായിട്ട് വരും. അത് മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കളറിന് വേണമെങ്കിൽ ഇപ്പം അത്യാവശ്യം ഒരു കാരമൽ കളർ തന്നെയാണ്, എന്നാലും കുറച്ചുകൂടെ ഒരു കളർ വേണമെങ്കിൽ 1 ഡ്രോപ്പ് യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ഡ്രോപ്പ് ഓറഞ്ച് കളറും കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയാണ്. അത് മതി. അത് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് അരിച്ചെടുക്കാം. ചെറിയ കട്ടകൾ കോൺഫ്ലോറിൻ്റെ ചിലപ്പോൾ കട്ടയൊക്കെ ഉണ്ടാവും. അതൊന്ന് മാറാനായിട്ട് ഉടനെ തന്നെ അരിച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നാൽ മതി. അത് മതി. ഇനി നമ്മുടെ മിക്സിംഗ് പരിപാടിയാണ്. ഒരു ബൗളിലേക്ക് ഈ കാരമൽ ഗ്ലേസും ചോക്ലേറ്റ് ഗ്ലേസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ഒഴിക്കണം കേട്ടോ. ഒന്ന് ഒഴിച്ചതിന് ശേഷം അല്ല, ഒന്നിച്ചാണ് ഒഴിക്കുന്നത്. ഇത് രണ്ടിനും ഏകദേശം ഒരുപോലെ ചൂടാണുള്ളത്. പിന്നെ കൺസിസ്റ്റൻസിയും ഏകദേശം ഒരുപോലെ ആയിരിക്കണം. നമ്മൾ സ്പൂൺ കൊണ്ട് കോരി ഊറ്റി നോക്കുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ. ഇനി ഇൻ കേസ് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂട് പാലൊഴിച്ചൊന്ന് ലൂസാക്കാം. ഒരുപാട് ലൂസായി പോകരുത്, കേക്കിന്റെ മേലെ നിന്ന് ഒലിച്ചു പോകും. പക്ഷേ ഈ ഒരു ഗ്ലേസ് നമ്മുടെ സാധാരണ കാരമൽ ഗ്ലേസ് പോലെയല്ല. സാധാരണ നമ്മൾ കാരമൽ ഗ്ലേസ് ചെയ്ത ഒരു ഫിനിഷിങ് കിട്ടില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് നല്ല ഫിനിഷിങ് കിട്ടും. പിന്നെ അത് മാത്രമല്ല, ചോക്ലേറ്റിലാണ് കാരമൽ കേക്കിന് നമുക്ക് ഈ കാരമൽ ഗ്ലേസ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ടേസ്റ്റിയാണ്, എന്നാൽ സമയത്ത് നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടുകയും ചെയ്യും. ഇതാ നമ്മുടെ കേക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല തണുത്തിരിക്കുന്ന കേക്കിന്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഒഴിക്കുന്ന പോറിങ് കൺസിസ്റ്റൻസിയിലായിരിക്കണം ഒഴിക്കുന്നത്. ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പതുക്കെ ഒഴിക്കണ്ട. ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ചേക്കരുത്. പെട്ടെന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് പതുക്കെ ഒന്നെടുത്ത് ടിൽറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നാക്കി കൊടുക്കുമ്പോൾ എല്ലായിടത്തോട്ടും അങ്ങ് സൈഡിലോട്ടൊക്കെ അങ്ങ് ഒലിച്ചു വന്നോളൂ. നല്ല തണുത്ത കേക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് അവിടെ തന്നെ പറ്റിയിരുന്നോളൂ കേട്ടോ. ഒലിച്ചു പോകുമൊന്നുമില്ല. അടിപൊളി നല്ലൊരു ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് കാരമൽ ചോക്ലേറ്റ് ഗ്ലേസ്. എന്തൊക്കെയോ ഒരു നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ. സൈഡിലേക്കൊക്കെ ഒലിച്ചു വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് ഒലിച്ചു വന്ന പോർഷനിൽ നിന്ന് പതുക്കെ ഒന്ന് സ്പൂൺ വെച്ച് മുകളിലേക്കൊന്ന് ആക്കി കൊടുത്താൽ മതി. അതിൻ്റെ മുകളിലെ ഡിസൈൻ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് അങ്ങനെ ഒലിച്ചു വരുന്നൊന്നുമില്ല കേട്ടോ. നമ്മളെ ഗ്ലേസ് സാധാരണ ഗണേഷ് ഒലിച്ചു പോകുന്ന പോലെ ഒലിച്ചൊന്നും പോകുന്നില്ല. അവിടെ തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിരുന്നാൽ മതി. സൈഡൊന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ സൈഡിൽ ബോർഡിന്റെ മുകളിലുള്ളത് പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കൊന്നും ചെയ്യണ്ട കേട്ടോ. ഇത് അങ്ങനെ തന്നെ മതി. ഇത് തന്നെ ആസ് നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ മുകളിൽ വേറെ ഒന്നും ഡെക്കറേഷൻ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാം. എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. വലിയ ചിലവൊന്നും ഇല്ലാതെ ചെയ്യുന്ന ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ അതിനുവേണ്ടി 1/3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് 1 കപ്പിന്റെ 1/3 ഭാഗം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചോ മിക്സ് ആക്കാം. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അത് മതി. നമ്മുടെ തവ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ നോക്കണം നല്ല ചൂടായിട്ടുണ്ടോ എന്ന്. ചൂടായതിനു ശേഷം നമുക്ക് ഈ ഒഴിച്ചു വെച്ചിരിക്കുന്ന ബാറ്റർ അങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും അങ്ങ് ഒഴിക്കുന്നുണ്ട്. നമ്മൾ എടുത്തത് മുഴുവനും ഒന്നിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അത് ഹൈ ഫ്ലെയിമിൽ തന്നെ അവിടെ കിടക്കട്ടെ. അതൊന്ന് പെട്ടെന്ന് ഇങ്ങനെ ബബിൾസ് വന്നിട്ട് ഇങ്ങനെ ഹോൾസ് പോലെയൊക്കെ അങ്ങ് വരും. അവിടെ ഇട്ടിട്ട് ഇത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഫുള്ള് വെള്ളം മുഴുവൻ അങ്ങ് വറ്റി പോയിട്ട് പതുക്കെ അതിൻ്റെ കളർ അങ്ങ് മാറി വരാൻ തുടങ്ങും. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ഇങ്ങനെ വന്ന് എല്ലായിടത്തും നല്ല ഭംഗിയത് കാണാനായിട്ട്. ഇതങ്ങ് മാറി വരുന്നത് നമുക്ക് കാണാം. അത് മതി. ഇനി അതവിടെ അനക്കാതെ വെച്ചേക്കാം. തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. ഇത് നമുക്ക് ഉടനെ തന്നെ കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ല
തണുത്തായിരിക്കുന്ന ചിക്കും ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ചിക്കുവിനും ഫ്രണ്ട്സിനും കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേക്കാണ്. ഇനി നമ്മുടെ ഡെക്കറേഷൻ സംഭവം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ പൊട്ടിച്ചെടുക്കാം. നമ്മളിപ്പോൾ കേക്ക് സെയിലൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കേക്കൊക്കെ തലേദിവസം ചെയ്ത് വെക്കുമല്ലോ. പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ സെയിൽ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. ഒരുപാട് സമയത്തേക്ക് ഇത് അത്രയും അങ്ങോട്ട് സ്റ്റിഫ്നെസ്സോട് കൂടി ഇരിക്കില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സ്റ്റിഫ്നെസ് കുറച്ചൊന്ന് കുറയും കേട്ടോ. മൊത്തത്തിൽ അങ്ങ് കുഴഞ്ഞു വീണു പോകുന്നില്ല. കുറച്ചൊരു സ്റ്റിഫായിട്ട് തന്നെ ഇരുന്നോളും. നമുക്കിത് കേക്കിൻ്റെ മുകളിലേക്ക് അങ്ങ് കുത്തി വെച്ച് കൊടുക്കാം. കുത്തി വെക്കുമ്പോഴത്തേക്ക് അതങ്ങ് ഇറങ്ങിപ്പോയിക്കോളും. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല ഫിനിഷിംഗ് ഉണ്ട്. ശരിക്കും കാരമൽ കേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗ്ലേസ് ചെയ്ത് നോക്കും. നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്ക് കേക്കൊക്കെ സെയിൽ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഗ്ലേസ് വെച്ചിട്ട്. ഇപ്പോൾ ചിക്കും ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട്. കുറച്ച് ദിവസത്തേക്ക് അവരുടെ ട്രിവാൻഡ്രത്ത് ഉണ്ടാവും. ഞാൻ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. വെട്ടിക്കോ. ഒരു ക്യാമറ കത്തി എവിടെ പോയി മോളെ? എന്നിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. ബാക്കി വിശേഷങ്ങളൊക്കെ വ്ളോഗിൽ കാണിക്കാം. പിന്നെ കേക്കിൻ്റെ അവസാനം ആ കേക്കിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതും വ്ളോഗിൽ കാണാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.